ഓക്കെ ഓക്കെ, സന്തോഷം സന്തോഷം, വളരെ വളരെ സന്തോഷം. ഇതെന്ത് പണിയെ കാണിച്ചത്? ഞങ്ങൾക്ക് കുറച്ച് തിന്നാൻ തന്നേ. കേക്ക് എനിക്ക് വേണ്ടി വാങ്ങിച്ചതല്ലേ? ഇനി കൊണ്ടുവന്ന ഗിഫ്റ്റ് ഒക്കെ തന്നോളൂ. ഗിഫ്റ്റോ? നിനക്ക് ഞാൻ ഇപ്പൊ തന്നെ തന്നേക്കാം. വിടൂ, എന്തായി ചെയ്ത്? വേണ്ട, എന്നെ വിടൂ, രക്ഷിക്കണേ. പത്ലു, എന്റെ മോട്ടു എന്താ പറ്റി? എന്തിനങ്ങനെ അലറുന്നേ? ഇവന് എന്നും ഈ പണി മാത്രമേ ഉള്ളൂ. രാവിലെ മുഴുവൻ സമോസ കഴിക്കുക, രാത്രി കിടന്ന് സ്വപ്നം കാണുക. ഇടിക്കല്ലേ. പത്ലു, ഇന്നെന്താ ദിവസം? ഇന്ന് മണ്ടയാണ്, തിങ്കളാഴ്ച. എന്തേ? അതല്ല, ഇന്ന് തിങ്കളാഴ്ചയാണോ എന്നല്ല ചോദിച്ചത്. വേറെന്താ പ്രത്യേകത? ഇന്ന് ഓ, ഞാൻ ആ കാര്യം മറന്നു പോയിരുന്നു. സോറി. ഇപ്പൊ ഓർമ്മ വന്നോ? നീ എന്ത് കൂട്ടുകാരനാ? ഇതൊക്കെയല്ലേ നീ എപ്പോഴും ഓർത്തു വെക്കേണ്ടത്. സോറി മോട്ടു, നീ ഇപ്പൊ പറഞ്ഞത് കൊണ്ട് നന്നായി. അല്ലെങ്കിൽ ഞാനിപ്പോ ആ ഭക്ഷണം എടുത്ത് കഴിച്ചേനെ. എന്ന് വെച്ചോ? ഇന്ന് അമാവാസിയാണ്. ഇന്നത്തെ ദിവസം എല്ലാവരും ഉപവാസം ഇരിക്കണം. ഞാൻ ഈ കറുത്ത പാവിന്റെ കാര്യമൊന്നല്ല നിന്നോട് ചോദിച്ചത്. ഇന്ന് വേറെന്താ പ്രത്യേകത? ഇന്ന് വേറെ ഒന്നുമില്ല. ഓ, നീ വെറുതെ എന്നെ പ്രാന്ത് പിടിപ്പിക്കല്ലേ. എനിക്ക് വേറെ പണിയുണ്ട്, ഞാൻ പോയിട്ട് വരാം. പത്ലു, നീ ആ ജനവാതില് തുറന്നൊന്ന് പുറത്തേക്ക് നോക്കിക്കേ. അവിടെ നീ ഉണ്ട്. പുറത്ത് ഞാനോ? അതെങ്ങനെ? പുറത്ത് ഞാനെങ്ങനെ വരാനാ? ഒരു മിനിറ്റ്. വലിയ കൂട്ടുകാരെന്നൊക്കെയാ പറയുന്നത്. പക്ഷെ എന്റെ പിറന്നാള് പോലും ഓർമ്മയില്ലാത്ത കഴുത. പത്രു, എന്റെ ചങ്ക്, എന്റെ ബ്രോ, നീ റോഡിൽ കിടന്ന് എന്താ ചെയ്യുന്നത്? ഇന്ന് മോട്ടോന്റെ ബർത്ത്ഡേ ആണ്. ഞാൻ വിചാരിച്ചു നിങ്ങളെല്ലാരും കൂട്ടി അവനൊരു സർപ്രൈസ് പാർട്ടി കൊടുക്കാന്ന്. സർപ്രൈസ് പാർട്ടി കൊടുക്കുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ട്. വരൂ, നമുക്കെല്ലാം തയ്യാറാക്കാം. ഈ ഫുർഫുറെ നഗരത്തിന്റെ ഹീറോ ഒറ്റയ്ക്ക് എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? എവിടേക്കാണ്? ചിങ്കം സാറേ, ഞാൻ കേട്ടിട്ടുണ്ട് പോലീസുകാർക്കൊക്കെ ഭയങ്കര ഓർമ്മശക്തിയാന്ന്. എന്നാ പറഞ്ഞേ, ഇന്നത്തെ ദിവസത്തിന് എന്താ പ്രത്യേകത? ഇന്ന് നിയമത്തിന്റെ ദിവസമാണ്. ഇന്നാണ് ആദ്യമായിട്ട് നിയമം ഉണ്ടാക്കിയത്. ഓഹോ, ഞാൻ മനുഷ്യന്മാരുടെ കാര്യം ചോദിക്കുന്നത്. ഇന്ന് ഏത് മനുഷ്യന്റെ പിറന്നാളാന്ന് വല്ല ഓർമ്മയും ഉണ്ടോ? പറ. മഹാത്മാഗാന്ധി ഒക്ടോബർ 2-ാം തീയതിയാണ്. ജവഹർലാൽ നെഹ്റു 14th നവംബർ. ഇന്ദിരാഗാന്ധി, സ്വാമി വിവേകാനന്ദർ, മൈക്കിൾ ജാക്സൺ, സോറി, പ്രശസ്തരായ ആരുടെയും പിറന്നാളെന്ന് ആഘോഷിക്കുന്നില്ല. ചിലപ്പോ വല്ല കള്ളന്മാര് പിറന്നാൾ ആഘോഷിക്കുന്നുണ്ടാവും. അത് എനിക്കെങ്ങനെ അറിയും? പറയൂ. ശരിയാണ് പറയുന്നത് ചിങ്കൻ സാർ. മോട്ടു, അറിയാമെങ്കിൽ പറയേ, ഇന്ന് ഏത് കള്ളന്റെ ജന്മദിനമാണെന്ന് അറിയാവോ? ഹീറോ ആയിരുന്ന ഇവൻ എപ്പോഴാണ് വില്ലനായി മാറിയത്? ഒടുവിൽ കാത്തിരുന്ന ദിവസം വന്നു. ഇന്നത്തെ ദിവസത്തിന്റെ ആശംസകൾ. സന്തോഷിക്കൂ, നല്ലത് വരട്ടെ. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ. കവിതയുടെ കാര്യമൊക്കെ വിട്ടിട്ട് മോട്ടോരെ വിഷയം നോക്കണേ. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. മോട്ടോ, ഇന്നത്തെ ദിവസത്തിന്റെ ആശംസകൾ. ഞങ്ങളുടെ വക ആശംസകൾ. താങ്ക് യു. ഞാൻ നിന്നെ എത്ര പ്രാവശ്യം ജയിലിലേക്ക് പറഞ്ഞു വിട്ടതാ. പക്ഷേ നീ വീണ്ടും എന്നെ വിഷ് ചെയ്യുന്നു. എന്നാൽ എന്റെ ചങ്കെന്നും പറഞ്ഞു നടക്കുന്ന കുറെ എണ്ണത്തിനോ എന്റെ പിറന്നാൾ പോലും ഓർമ്മയില്ല. എക്സ്ക്യൂസ് മീ, ടൈം പ്ലീസ്. നിന്റെ ഇമോഷനെല്ലാം അടക്കി കാര്യം എന്തെന്ന് പറ മോട്ടോ. ആർക്ക് എന്ത് ഓർമ്മയില്ലെന്ന മോട്ടോ നീ പറഞ്ഞു വരുന്നത്? നീ കുറച്ചു മുമ്പ് എന്നെ കെട്ടിപ്പിടിച്ച് വിഷ് ചെയ്തില്ലേ?
അതിനെ കുറിച്ച്. പക്ഷെ ആ കാര്യം എനിക്ക് മാത്രമല്ലേ അറിയുള്ളൂ. നിന്റെ കൂട്ടുകാർ അതൊക്കെ എങ്ങനെ അറിയാനാ? അങ്ങനെ എന്തുവാ നിനക്ക് മാത്രം അറിയാവുന്ന ആ കാര്യം? ഇന്നത്തെ ദിവസമാണ് ഞാൻ കള്ളത്തരങ്ങൾ കാണിക്കാൻ തുടങ്ങിയത്. ഇന്നത്തെ ദിവസമാണ് ഞാൻ ലോണാകാൻ സ്വപ്നം കണ്ടു തുടങ്ങിയത്. ഒരു തവണ കൂടെ പറയട്ടെ മോട്ടു. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. വിഷ് മീ വിഷ് മീ വിഷ്. എന്താ പറ്റിയത് മോട്ടു? ഇവരെന്താ പറ്റിയത്? പെട്ടെന്ന് ഫയറഞ്ചി വിളിക്കണേ. എന്തിനാ അടിക്കുന്നെന്ന് പറഞ്ഞിട്ട് അടിച്ചുകൂടാതെ ഇവര്? അതെന്റെ അവകാശമാ. പറയടാ. ദിസ് ഈസ് മൈ റൈറ്റ്. ഇത് ഇവിടെ ഇരിക്കട്ടെ. അല്ല, ഒരു സംശയം. നമ്മുടെ സർപ്രൈസ് പാർട്ടി എപ്പോഴാണ് തുടങ്ങാൻ പോണത്? പറയൂ 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 പറയൂ. ചിങ്കം സാറേ, ഡെക്കറേഷൻ പണി ഒന്ന് കഴിയട്ടെ, എന്നിട്ട് തുടങ്ങാം. ചിങ്കം സാറേ, കെമിക്കൽ ഒന്ന് പുറത്തു കൊണ്ട് വയ്ക്ക്. ഡോക്ടർ ജഡ്ക, എന്റെ വലിയേട്ടാ. എന്റെ വലിയേട്ടന് തീർച്ചയായിട്ടും എന്റെ പിറന്നാൾ ഓർമ്മയുണ്ടാവാതിരിക്കില്ല. വലിയേട്ടാ, വാതിൽ തുറക്ക്. വലിയേട്ടാ. അവൻ അവിടെ കിടന്ന് ബഹളം വയ്ക്കേണ്ടത്. കുറച്ച് കഴിയുമ്പോ തിരിച്ചു വയ്ക്കോളൂ. നമ്മുടെ പാർട്ടിയുടെ ഒരുക്കങ്ങൾ ഇപ്പോഴും മുഴുവനും കഴിഞ്ഞിട്ടില്ല. മിഠായിയും കേക്കും ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ഡോക്ടർ ജഡ്കകത്തുണ്ടോ? അയാൾ അകത്തുണ്ടെങ്കിൽ ഞാൻ പിന്നെ പുറത്ത് നിൽക്കുവോ? അപ്പൊ ഈ മിഠായി ഞാൻ ആരുടെ കൊടുക്കണം? മിഠായിയോ? ഓ, എന്റെ അടുത്ത് തന്നോളൂ. ഞാൻ ജഡ്കയും പ്രതീക്ഷിച്ച് ഇവിടെ നിൽക്കുവാ. അയാളിങ്ങ് വന്നയുടൻ ഈ മിഠായി ഞാൻ അയാൾക്ക് കൊടുത്തേക്കാം. ഈ ആർത്തി പണ്ടാരം അവന്റെ ബർത്ത്ഡേ കൊളാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുക. ഞാൻ അവനെ വെറുതെ വിടില്ല. പത്ലു നിക്ക്, മിഠായി അവൻ എന്തായാലും കഴിച്ചില്ലേ. ഇനി അവനെ പോകാൻ അനുവദിക്ക്. വലിയേട്ടാ, എന്നാ പിന്നെ ഞാൻ പോണു. പിന്നെ വരാം. ഇന്ന് നോക്കി ആർക്കും എന്നെ വേണ്ടല്ലോ. എന്തോന്ന് കൂട്ടുകാരാ എന്നെയൊക്കെ. ഞാൻ ആരുടെയും കൂട്ടുകാരനല്ല. എന്നെ ആർക്കും ആവശ്യമില്ല. എല്ലാവരും കാപട്യം നിറഞ്ഞവരാണ്. ഈ ലോകം തന്നെ കപടമാണ്. ഞാൻ പോവാ. ഈ രണ്ട് കെമിക്കൽസ് ഒരിക്കലും ഒരുമിച്ച് ചേരാൻ പാടില്ല. വേഗം എന്തെങ്കിലും ചെയ്യ. ഇല്ല, ഓടിക്കോ. ഇപ്പൊ പൊട്ടിത്തെറിക്കോ. പത്തലൂര് പോലും എന്റെ പിറന്നാൾ ഓർമ്മയില്ലാതെ പോയല്ലോ. എനിക്ക് ഈ ലോകത്താകെ ഉണ്ടായിരുന്നത് അവൻ മാത്രമാ. അവൻ എന്റെ പിറന്നാൾ മറന്നെന്ന് ഓർക്കുമ്പോ എനിക്ക് ജീവിക്കാൻ തോന്നുന്നില്ല. ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടായിരുന്നോ? ഞങ്ങൾക്ക് അതെങ്ങനെ മറക്കാൻ കഴിയും? Happy birthday. മോട്ടു, ഈ പാട്ടൊന്ന് കഴിഞ്ഞോട്ടെ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ഇന്ന് എന്റെ പിറന്നാളാന്ന് ഓർമ്മയുണ്ടായിട്ടാണോ നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു സർപ്രൈസ് പാർട്ടി പോലും അറേഞ്ച് ചെയ്യാതിരുന്നത്? ആ, സർപ്രൈസ് പാർട്ടിയുടെ രസമൊക്കെ അനുഭവിക്കാൻ പോകുന്നല്ലേ ഉള്ളൂ. ഞങ്ങൾക്ക് സർപ്രൈസ് പാർട്ടി തരാൻ പറ്റിയില്ല. പക്ഷേ സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ടല്ലോ, എന്തായാലും തന്നിരിക്കും. സർപ്രൈസ് ഗിഫ്റ്റോ? കൊള്ളാം. എനിക്ക് സർപ്രൈസ് ഗിഫ്റ്റ് വളരെ ഇഷ്ടമാ. കാണിച്ചേ കാണിച്ചേ. ഇതെന്തൊക്കെയാ? സർപ്രൈസ് പാർട്ടി നിന്റെ വക തന്നു കഴിഞ്ഞല്ലോ. ഇനി സർപ്രൈസ് ഗിഫ്റ്റ് ഞങ്ങളുടെ വക തരുന്നതല്ലേ അതിന്റെ ശരി. കൊടുക്ക്. നിങ്ങൾക്ക് ആരെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? എന്നോട് എന്തിനാ ഇത്ര ദേഷ്യം? അതിന് മാത്രം ഞാൻ എന്താ ചെയ്തത്? രക്ഷിക്കണേ.
എന്തിനാ പേടിക്കുന്നേ? പത്തലു, എനിക്ക് ഹോളി കളിക്കണ്ട. എനിക്കിങ്ങനെ കളറ് പൂശുന്നതൊന്നും ഇഷ്ടമല്ല. വർഷത്തിൽ ഒരു തവണയെ നമുക്ക് ഹോലി ആഘോഷിക്കാൻ അവസരം കിട്ടാറുള്ളൂ. നിനക്കത് എങ്ങനെ ആഘോഷിക്കാതിരിക്കാൻ കഴിയുന്നു? ഏറ്റവും ആദ്യം ഞാൻ നിന്റെ മേത്താ കളർ പൂശാൻ പോകുന്നേ. ഹോലി ആശംസകൾ മോട്ടു. വേണ്ട, 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 വേണ്ട. ചായം തേക്കും ഹോലി വന്നേ. ഹോലി ആശംസകൾ. ഹോളി ആശംസകൾ ചങ്ക്. പത്തിലു എന്താ ചങ്ക്? മോട്ടുവിനെ കാണുന്നില്ലല്ലോ, അവൻ എവിടെ പോയി? അവൻ ഈ നിറങ്ങളോടൊക്കെ ഭയങ്കര പേടിയാണ്. അറിയില്ല അവൻ എവിടെ പോയി ഒളിഞ്ഞിരിക്കുന്നേന്ന്. എന്നാ പിന്നെ നിങ്ങളെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യ്. എന്നെ നിങ്ങൾക്ക് കളറി കുളിപ്പിക്കാൻ പറ്റില്ല. ഇനി മുകളിലുള്ളവൻ വിചാരിച്ചാ പോലും എന്റെ ദേഹത്ത് ഒരു തുള്ളി കളർ വെള്ളം ഒഴിക്കാൻ പറ്റില്ല. നിനക്ക് ജലദോഷമുള്ളതല്ലേ? വെള്ളത്തിൽ കളിക്കരുതെന്നല്ലേ പറഞ്ഞത്? കളർ ബലൂൺ എടുത്ത് കളിക്ക്. ആ ബക്കറ്റ് ഇങ്ങ് തന്നെ. വേണ്ട മമ്മി, വേണ്ട, വേണ്ട. മുകളിലുള്ളവനെ കുറിച്ച് പറഞ്ഞപ്പോ മുകളിലുള്ളവളാണല്ലോ പണി തരുന്നത്. മുകളിലുള്ളവളെ നോക്കിയും കണ്ടും വെള്ളം ഒഴിച്ചൂടെ? സോറി, ആളെ നോക്കാതെ ഒഴിച്ചു പോയതാ. ഇനി നോക്കിട്ട് ഒഴിച്ചോളാം. ആ കളർ ബലൂൺ മുഴുവൻ ഇങ്ങടുത്തേ. നിറങ്ങളുടെ ഉത്സവം ഹോളി. ഹോളിയാണ് സഹോദര, ഹോളി. അതാ മോട്ടു ഓടുന്നു. പിടിക്ക്. ചേട്ടാ, ചായക്കടക്കാരനിവിടെ. ആ, ഞാൻ തന്നെയല്ലേ ചായക്കടക്കാരൻ. ഇതെന്ത് കോലമാ നിങ്ങൾ ആക്കി വെച്ചിരിക്കുന്നത്? ശരി, വേഗം കുറച്ച് സമൂസയും എടുത്തോളൂ. പിന്നെ ആരോടും ചെന്ന് പറഞ്ഞേക്കല്ലേ ഞാൻ ഇവിടെ ഒളിച്ചിരിക്കുന്ന കാര്യം. എല്ലാവരും വരിൻ, കേൾക്കുവിൻ ഞാൻ പറയുന്നത്. മോട്ടു ഇവിടെയാണ് ഒളിച്ചിരിക്കുന്നത്. പത്ലു, ഗസീട്ടാറാം, മോട്ടു ഇവിടെയാണുള്ളത്. ഹോളിയാണിത്, ഹോളി. വിഷമിക്കാനൊന്നുമില്ല, ഹോളി. മോട്ടു എന്റെ ചങ്ക്, മോട്ടു ബ്രോ, അവിടെ നിൽക്ക്. നീ എങ്ങോട്ടായി പോകുന്നത്? പൊളിച്ചെടുത്തല്ലോ. നമ്മള് ഹോളി ആഘോഷിക്കാനോ അതോ ഓട്ടമത്സരം ഓടിക്കല്ലേ മോട്ടു? ഹോളി ദിവസം എല്ലാരും ഒരുമിച്ച് ആഘോഷിക്കണം. നിറങ്ങളുടെ ഒരു സമുദ്രമായിരിക്കണം. ആരപ്പോ ഹോളി ആഘോഷിക്കാൻ വന്നിരിക്കുന്നത്? ചിങ്കം സാറെ, ഹോളി ആശംസകൾ. വരൂ സാറേ, നമുക്ക് ഹോലി കളിക്കാം. സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഞാനിപ്പോ ഡ്യൂട്ടിയിലാണ്. ഈ യൂണിഫോമിൽ നിങ്ങൾ കളർ ഇടാൻ പാടില്ല. നിറങ്ങൾ മുഴുവൻ അതിലേക്ക് ഒഴിക്കൂ. എന്നിട്ട് ഹോളി ആശംസകൾ പറഞ്ഞോളൂ, അല്ലെങ്കിൽ ഞാൻ ജയിലിൽ പിടിച്ചിടും. എല്ലാവരും എന്റെ പുറകെ തന്നെയാണല്ലോ. മമ്മി, മോട്ടു അവിടെ നിന്നേ, ഞാൻ ഇപ്പൊ തന്നെ വരുന്നുണ്ട്. മോട്ടു, സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഭാരതമാതാവാണ് സത്യം, ഇന്ത്യ രാജ്യമാണ് സത്യം, നിയമമാണ് സത്യം. മര്യാദയ്ക്ക് നിന്നോ. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ, ഹൈലി ഇംപോസിബിൾ. പത്ലു, പിടിക്ക്, ബൈക്കിന്റെ ഹാൻഡിൽ പിടിക്ക്. ഇപ്പൊ സന്തോഷമായി, ഇപ്പൊ സന്തോഷമായി. ഇനി കളിക്കാൻ നമുക്ക് ഹോളി. എന്റെ ബോസേ, എത്ര നല്ല കവിതയാ പറഞ്ഞേ. ബോസ്, ബോസ്, എവിടെ നിന്നാണാവോ മോട്ടുവിന്റെ
നിലവിളി ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ ബോസ്. വേഗം ഓടിക്കോ, മോട്ട് നിലവിളിക്കുന്നുണ്ട്. പണി നമുക്കിട്ട് വരാൻ പോകുന്നേ. ഓടിക്കോ. വളരെ നന്ദിയുണ്ട് ബോട്ടു. ഞങ്ങൾക്ക് ഹോളി ആശംസിക്കാൻ നീ ഞങ്ങളെ അന്വേഷിച്ച് വന്നില്ലേ? ഒരുപാട് നന്ദിയുണ്ട് ബോട്ടു. ഇല്ല ഇല്ല, മുകളിലുള്ള ദൈവമേ, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? വേണ്ട മോട്ടു, കരയണ്ട. നമുക്ക് ഹോളി കളിക്കാമല്ലോ. അവരുടെ കൂടെ കളിക്കാൻ താല്പര്യമില്ലെങ്കിൽ കുഴപ്പമില്ല ബോട്ടു. വാ, നമുക്ക് കളിക്കാം. ഇത് എന്തിനു സംഭവിച്ചു? എങ്ങനെ സംഭവിച്ചു? എപ്പോ സംഭവിച്ചു? ആർക്ക് സംഭവിച്ചു? ബോസ്, നമുക്ക് താഴെ പോയിട്ട് ആലോചിക്കാം. താഴേക്ക് പോയ രക്ഷയില്ലെന്ന് തോന്നുന്നു. വരൂ, നമുക്ക് ഈ മോളിൽ കൂടെ തന്നെ രക്ഷപ്പെടാം. വാ വാ. ഇനി ഇവിടെ ആരും എന്റെ ദേഹത്ത് കളർ ഒഴിക്കാൻ വരില്ല. ഇന്ന് ഞാൻ ഇവിടെ സമാധാനത്തോടെ വിശ്രമിക്കുകയും ചെയ്യും. വേണ്ട, ഇതെന്താ കുരങ്ങന്മാര് ഹോളി കളിക്കാൻ തുടങ്ങിയോ? വേണ്ട, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ തല്ലുണ്ടോ? ഇന്ന് ലോകം മുഴുവൻ എന്റെ പുറകെ തന്നെയാണല്ലോ. ഇതെന്തായി സംഭവിക്കുന്നത്? നിന്റെ കൂടെ ഹോളി കളിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുക്കിയ കെണിയല്ലേ മോട്ടു ഇത്? എങ്ങനെയുണ്ടോ? ഇനി നിനക്ക് എവിടേക്കും രക്ഷപ്പെടാൻ പറ്റില്ല. ഇന്ന് തന്നെ ഞങ്ങൾ വിടില്ല. നമുക്ക് കളിക്കാം ഹോളി. നോ ഗോളി, ഒള്ളി ഹോളി. അല്ല, എന്തിനാ നിങ്ങളൊക്കെ എന്റെ പുറകെ തന്നെ ഇങ്ങനെ വരുന്നത്? എനിക്ക് കളറിൽ കുളിക്കുന്നത് ഇഷ്ടമല്ല. മോട്ടു, നീ നിന്നെ തന്നെ ഒന്ന് നോക്ക്. നിന്റെ അടി മുതൽ മുടി വരെ എല്ലായിടത്തും കളറാ. ഇനിയിപ്പൊ നീ എവിടേക്കാ രക്ഷപ്പെടുന്നത്? ഇനി നിനക്ക് ഹോലി കളിച്ചൂടെ? ഇത് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. എങ്കിൽ ശരി, ആദ്യം നീ എന്റെ ഈ കൈയും കാലും ഒക്കെ അഴിച്ചു വിട്. ഞാനും ചെന്ന് കളറൊക്കെ എടുത്തോണ്ട് വരട്ടെ. നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യും. ഇവിടെ തന്നെ നിക്കണേ, ഞാൻ ഇപ്പൊ വരാം. എല്ലാവരും കേട്ടോളിൻ, നമ്മുടെ മോട്ടു വരുന്നുണ്ട്. ഓടിക്കോ. അല്ല, മോട്ട് വരുന്നതിന് നമ്മൾ എന്തിനാ ഓടുന്നേ? സംഭവിച്ചെന്നാണെന്നൊന്നും തെളിച്ചു പറ ചായക്കടക്കാരാ. അവനുണ്ടല്ലോ. പൊളിച്ചെടുത്തല്ലോ. എവിടെ തീ പിടിച്ചിരിക്കുന്ന? എന്റെ അമ്മോ, മോട്ടു, എവിടെയാണ് തീ പിടിച്ചിരിക്കുന്നത്? ഈ ഇവിടെയാണ് പിടിച്ചിരിക്കുന്നത്. അതിനെ അടയ്ക്കാൻ വേണ്ടിയല്ലേ ഞാൻ വന്നിരിക്കുന്നത്. ആഹാ, ഹോളിയല്ലേ, ഹോളിയല്ലേ, ജനങ്ങൾ കണ്ടൊരു ഹോളിയല്ലേ. എന്റെ ചങ്ക, എന്റെ വിടോ. രക്ഷിക്കണേ.